ബർക്കത്തുണ്ടാകാനുള്ള 2 എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. പൈസ ചെലവില്ല, കൈതാത്തോ. പൈസ ചെലവില്ലാത്ത 2 എളുപ്പവഴി. എന്തായാലും ഇന്ന് 11 മണി വരെ ഇരുന്നില്ലേ? ഒരു ഗുണം ഉണ്ടാകട്ടെ, ഒരു ഇൽമു പഠിച്ചോ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? പൈസ തരണ്ട, ചെയ്യോ? പൈസ വേണ്ട, ചെയ്യോ? രാത്രി നിസ്കരിക്കണോന്നല്ല, പേടിക്കണ്ട. ഖത്ത ഓതണമെന്നൊന്നും അല്ല. റസൂലുള്ളാഹി അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന സമയം നിങ്ങൾ സലാം പറഞ്ഞവനും മടക്കിയവനും അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? സലാം പറയണം. ഒന്ന് സലാം പറഞ്ഞേ. നിനക്ക് ബർക്കത്ത് വേണം. നിന്നെക്കാളും വല്ല പിശുക്കൻ ഈ ലോകത്തുണ്ടോ? എടാ, സലാം 3 രീതിയിൽ. 1 അസ്സലാമു അലൈക്കും, 2 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, 3 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ സലാം പോലും പറയാൻ നീ പിശുക്ക് കാണിക്കുന്നു, പിന്നെ എങ്ങനെ നിനക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യും? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ബർക്കത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യണം? സലാം പരിപൂർണമായിട്ട് പറയണം. സലാം പരിപൂർണമായിട്ട് പറയണം. ആ പറയുന്നവനും അത് മടക്കുന്നവനും അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു സലാം പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറയൂലേ? ഒന്ന് വീട്ടിൽ പോയി പറഞ്ഞു നോക്കിക്കേ. ഇന്ന് വയലൊക്കെ കഴിഞ്ഞ് ആമിന ടിവിയുടെ മുന്നിലിരുന്ന് ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുക, സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നീ വീട്ടിൽ ചെന്നിട്ട് വീടിന്റെ പുറത്തു, അപ്പോൾ സിറാജ് പറഞ്ഞല്ലേ ഇപ്പോൾ സലാം പറഞ്ഞാൽ ബർക്കത്തുണ്ടാകും. വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു, ഭാര്യ വന്ന് വാതിൽ തുറന്നു. നീ അവിടെ നിന്നോണ്ട് പറയുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഓള് വിചാരിക്കും ഓൻ എന്ത് ശൈത്താൻ വല്ലതും കൂടിയെന്ന്. പഠിച്ചവൻ. കാരണം ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇന്ന് വരെ ഈ മനുഷ്യൻ ഇയാൾക്ക് എന്തോ കുസ്താന്റെ അടുത്ത് കൊണ്ടുപോകണം, വല്ല ചരട് വല്ല ഓതാൻ. കാരണം എന്തേ? ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല, നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുക. അതുകൊണ്ട് ബർക്കത്ത് വേണോ? ഇന്നു മുതൽ വീട്ടിലേക്ക് പോകുമ്പോൾ സലാം പറ. എല്ലാവരോടും സലാം പരിപൂർണമായി പറ. അള്ളാഹു നിനക്കും മടക്കുന്നവനും ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇനി വീട്ടിൽ ആരുമില്ല, സലാം പറയണോ? വീട്ടിൽ ആളുണ്ടെങ്കിലല്ലേ സലാം പറയേണ്ടത്. വീട്ടിൽ ആളില്ലെങ്കിൽ സലാം പറയണോ? ആരോട്? എങ്ങനെ പറയണം? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വണ്ടിയിൽ കയറുമ്പോ, കട തുറക്കുമ്പോ, എവിടെയാണെങ്കിലും ആളുണ്ടെങ്കിൽ സലാം പറയണം. ഇല്ലെങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ബർക്കത്ത് കിട്ടാൻ പൈസയില്ലാതെ, പ്രയാസമില്ലാതെ ബർക്കത്ത് കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ് സലാം പറയുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ കേട്ടു, ഒരു മാറ്റവും ഇല്ല. വയതെന്ന് പറഞ്ഞാൽ എടുത്ത് ജിഫ്രി തങ്ങൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അങ്ങനെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ സ്റ്റേജിലുണ്ട് മംഗലാപുരത്ത് വെച്ച്, പണ്ട് ആൾക്കാർ ചിരിച്ചുകൊണ്ട് വയത് കേൾക്കാൻ വരും, തിരിച്ചു പോകുമ്പോൾ വയത് കേട്ടിട്ട് കരഞ്ഞിട്ട് പോകുന്നു. ഇന്ന് കരഞ്ഞോണ്ട് സദസ്സിലേക്ക് വരുന്നവനും വയത് കഴിഞ്ഞ് പോകുമ്പോൾ ചിരിച്ചോണ്ടാ പോണേ. ഇന്നത്തെ വയത് അങ്ങനെയാന്നാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലേ? ഇന്നത്തെ വയത് കേട്ട് ഈ ചെവി കൂടെ കേട്ട് കളയാം. എല്ലാവരുടെ മൊബൈലും എടുത്തു നോക്കിയാലും വഴുതുണ്ട്. എന്നാ കയ്യിലിരിപ്പോ നേരെ എതിരാ. ഒരു പള്ളിയിലെ അച്ഛൻ 30 വർഷക്കാലം പള്ളിയിൽ അച്ഛനായിരുന്ന നാട്ടുകാർക്ക് മുഴുവനും ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. 30 വർഷക്കാലം ദൈവത്തെക്കുറിച്ച് കുഞ്ഞാടുകളോടെല്ലാം ഉപദേശിച്ചു. എന്നാ ആ നാട്ടില് ഒരു ഓട്ടോ ഡ്രൈവറുണ്ട്, കള്ളുകുടിയനാ. ഭയങ്കര സ്പീഡിലാ ഓട്ടോ ഓടിക്കുന്നത്, എപ്പോഴും വഴക്കും ബഹളവാ. എത്ര ഉപദേശിച്ചിട്ട് ഓ നന്നായില്ല. അങ്ങനെ ഈ അച്ഛനും ഈ കള്ളുകുടിയനും കൂടെ ദൈവത്തിന്റെ മുന്നിലെത്തിയപ്പോ ദൈവം കള്ളുകുടിയനോട് പറഞ്ഞു, നീ സ്വർഗത്തിൽ പൊക്കോടാന്ന്. അപ്പൊ ഈ അച്ഛൻ ചോദിച്ചു, അത്ര ദൈവമേ, 30 വർഷക്കാലം ജനങ്ങളോട് നിന്നെക്കുറിച്ച് പറഞ്ഞത് ഞാനാ, ഇവൻ കള്ളും കുടിച്ച് നടന്നവനാ, ഇവനെയാണോ ആദ്യം സ്വർഗത്തിൽ വിടുന്നത്?
അപ്പം ദൈവം പറഞ്ഞു അത്രേ, നിങ്ങൾ അച്ഛനോട് പറഞ്ഞു അത്രേ, നിങ്ങൾ 30 വർഷക്കാലം ജനങ്ങളോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആർക്കും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയൊന്നുമില്ല. നിങ്ങൾ വഴുതു പറഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങുമായിരുന്നു, ആർക്കും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയൊന്നുമില്ല. പക്ഷെ ഇവനുണ്ടല്ലോ, ഇവന് സ്വർഗം കൊടുക്കാൻ കാരണം ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കയറിയ ഇറങ്ങുന്നത് വരെ ദൈവമേ 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 എന്നാ വിളിച്ചോണ്ടിരിക്കുക. കാരണം എന്തേ? ഇവൻ കള്ള് കുടിച്ചിട്ടാ ഓട്ടോ ഓടിക്കണേ. അപ്പൊ ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആര് കയറിയാലും ഇറങ്ങുന്നവരെ ദൈവത്തെ വിളിക്കണേ. അപ്പൊ ഏറ്റവും കൂടുതൽ ദൈവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് ഇവനാണെന്ന്, അതുകൊണ്ടാ സ്വർഗം കൊടുത്തേന്ന്. അള്ളാഹു നമ്മുടെ വഴൽ അങ്ങനെ ആക്കാതിരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല എന്ന് നബിയ്യനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നവൻ, അവൻ നാളെ നിന്നെയൊക്കെ കുളിപ്പിച്ച്, നിങ്ങളെയൊക്കെ നല്ല രീതിയിൽ കുളിപ്പിച്ചു, 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞു, സുഗന്ധങ്ങളൊക്കെ തേച്ച് മനോഹരമായി പുതിയാപ്പളയെ പോലെ ഒരുക്കി ഈ പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് നിങ്ങളെ കബറടക്കി. നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോൾ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് ഉടുതുണിയില്ലാതെ നഗ്നരായി പേടിച്ച് വിറച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു പോകുന്ന ദിവസം, നാം നമ്മളുടേതാണെന്ന് കരുതിയ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മുടെ കൂടപ്പുറപ്പും ഒരാളും കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസം, അള്ളാഹുവിന്റെ കരുണ കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത പരലോകം, ആ പരലോകത്ത് പടച്ചവനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടന്നവനുണ്ടല്ലോ, അവൻ നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹു അവന്റെ മുഖത്ത് നോക്കാറില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പടച്ചവൻ അവന്റെ മുഖത്ത് നോക്കാറില്ല, അള്ളാഹു അവനോട് സംസാരിക്കാറില്ല, അള്ളാഹുവിന്റെ കരുണ അവന് ലഭിക്കില്ല, അള്ളാഹുവിന്റെ കാരുണ്യം അവന് ലഭിക്കില്ല, അള്ളാഹു അവനെ കൈവിടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, സാധാരണ പാപമല്ല, നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, അള്ളാഹ് നിന്നെ വെറുപ്പാടാ, അള്ളാഹുവിന്റെ ശാപവും കൊണ്ട് നടക്കുന്നവനാ, അള്ളാഹുവിന്റെ കോപവും വലിച്ചുകൊണ്ട് നടക്കുന്നവനാ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു പോകുന്ന ദിവസം നിന്നെ അള്ളാഹുവിന്റെ കരുണ നിനക്ക് ലഭിക്കില്ല. മൂന്നാമതായിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുള്ളവരുണ്ടല്ലോ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുള്ളവനുണ്ടല്ലോ, അവന് സ്വർഗത്തിൽ കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അള്ളാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, അഹങ്കാരിയുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കൂല. അവൻ എത്ര നിസ്കരിച്ചാലും, എത്ര ഖുർആൻ ഓതിയാലും, എത്ര ധർമ്മങ്ങൾ ചെയ്താലും, എത്ര നന്മകൾ ചെയ്താലും അവന്റെ നന്മകൾ അല്ലാഹു സ്വീകരിക്കില്ലെന്ന പ്രവാചകം പറയുമ്പോ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ മദീനയിലെ പച്ചക്കുപ്പയുടെ മടിത്തട്ടിലെ മുത്തുനബിയുടെ റൗദയ്ക്കകത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ റൗദയുടെ ചാരത്ത് കിടക്കുന്ന സ്വഹാബിയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, പള്ളിയിൽ സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനെ പള്ളിക്കകത്ത് കടന്നു വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുത്തി മലർത്തുന്നത്. അവസാനം അവിടെ നിന്ന് മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ പടച്ചവനെ, മരണമുറപ്പായി വായിലൂടെ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളങ്ങൾ അടിവയറ്റിലൂടെ വെളിയിലൂടെ ഒഴുകുകയാണ്. അങ്ങനെ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് സഹാബികൾ കടന്നു വരികയാണ്. അവിടെ നിന്ന് സമാധാനിപ്പിക്കുകയാണ്, മനസ്സിന് സന്തോഷമുള്ള വാർത്തകൾ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ
ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. യാ അമീറുൽ മുഅ്മിനീൻ, ഉമർ തങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? പടച്ചവനെ അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ പോയ മനുഷ്യനാ ഉമറേ നീ? അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ പോയതല്ലേ? അങ്ങനെ നടന്ന നിനക്ക് അല്ലാഹു ഹിദായത്ത് തന്നില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് ഷഹാദത്ത് കലിമ പറഞ്ഞില്ലേ? റസൂലുള്ളാഹി തങ്ങൾ സ്നേഹിച്ച സഹാബിയായില്ലേ? ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായില്ലേ? പിന്നെ ഉമർ തങ്ങളോട് ചോദിക്കുകയാ, ലോകത്തൊരു മനുഷ്യനും കിട്ടാത്ത ഒരു ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയല്ലോ. ഈ മദീനത്ത് കിടന്ന് ഷഹീദാകാൻ, ഈ മദീനത്ത് കിടന്ന് ഷഹീദാകാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്. ഉമർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തിരിച്ച് നടന്നു പോകുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഒരു കാഴ്ച കാണുകയാണ്. ഒരു കാഴ്ച കാണുകയാണ്. അവിടെ നിന്ന് വിളിക്കുന്നു, യാ ബുനയ്യ. ആ ചെറുപ്പക്കാരനെ വിളിക്കുന്നു, മോനെ ഒന്ന് നിൽക്കണേ, മോനെ ഒന്ന് നിൽക്കണേ. മരണത്തിന്റെ വേളയിൽ കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിലാണ് കിടക്കുന്നത്. ആ സമയത്ത് ചാരത്ത് വന്ന് സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ട് മടങ്ങി പോകുന്ന ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. നീ ഇട്ടിരിക്കുന്ന വസ്ത്രം, നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. അത് അല്ലാഹുവിന് വെറുപ്പുള്ള കാര്യമാ, അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അല്ലാഹുവേ, അങ്ങനെ നടക്കുന്നവരെ നാളെ പടച്ച റബ്ബ് പരലോകത്ത് വെച്ച് നോക്കാറില്ല. ഉമർ തങ്ങൾ അവസാനം പറയുകയാണ്, ഞെരിയാണിക്ക് താഴെ ആരെങ്കിലും വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടന്നാൽ അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞെരിയാണിക്ക് താഴെ ആരെങ്കിലും വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടന്നാൽ അവൻ അഹങ്കാരമുള്ളതിൻ്റെ അടയാളമാ. അവൻ സ്വർഗത്തിൽ നിന്ന് തന്നെ പുറത്തായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് ചെറിയ പാപമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ചെറിയ ഒരു തെറ്റല്ല, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തി കളയുന്ന വലിയൊരു പാപമാ. അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യങ്ങളല്ലത്. അതുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നാം നിസ്സാരമായി തള്ളിക്കളയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നല്ലതുപോലെ സൂക്ഷിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം 10:30 എന്ത് വേണം? പറയണോ നിർത്തണോ? ഇത് വേണം. അപ്പൊ നിങ്ങൾ പറയണോ നിർത്തണോ? മരിച്ച വീട്ടിയിരിക്കുന്ന പോലെ ഇപ്പൊ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നബിയുടെ പേരിലൊരു സ്വലാത്ത് പറയാൻ പോലും നമ്മുടെ ഒന്നും നാവ് പൊങ്ങുന്നില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ ഒരു മയ്യത്ത് കൊണ്ടുവന്ന് കബറടക്കിയ രംഗം കണ്ണിന്റെ മുന്നിൽ കൂടെ ചന്ദ്രനി പോയപ്പോൾ ആൾക്കാർ ധരിച്ചിരുന്ന വസ്ത്രവാ ഇപ്പൊ ഇതിലെ ധരിച്ചോണ്ട് പോയത്. അതുപോലെയുള്ള വസ്ത്രം ധരിച്ചൊരു മയ്യത്ത് കൊണ്ടുവന്ന് കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മയ്യത്ത് പോലും നിസ്കരിക്കാൻ പറ്റാ, എല്ലാവർക്കും നിസ്കരിക്കാൻ കഴിയാതെ, എല്ലാവർക്കും കാണാൻ കഴിയാതെ ആ മയ്യത്ത് കൊണ്ടുവന്ന് അവിടെ അടക്കിയിട്ട് ഇതിലെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് പോലും എന്റെയും നിന്റെയും മനസ്സിൻ്റെ അകത്ത് മാറ്റം വരുന്നില്ലെങ്കിൽ ഇനി നമ്മൾ എന്ന് നന്നാകാനാ? അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ, നന്നാകാൻ എന്തെങ്കിലും വഴി പറഞ്ഞു തരുമോ? സഹാബി കള്ളുകുടിയനും പെണ്ണുപിടിയനും ആയിരുന്നില്ല, അള്ളാഹനെ പേടിച്ച് ജീവിക്കണ സഹാബിയ.
എന്നിട്ടും കുറച്ചുകൂടെ നന്നാകണമെന്ന് തോന്നിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തത് പള്ളിപ്പറമ്പിൽ പോകാനാ, ഖബറ് പോയി സിയാറത്ത് ചെയ്യാൻ. പള്ളിപ്പറമ്പിലെ ഖബർസ്ഥാനിലേക്ക് പോകാനാ പറഞ്ഞത്. കാരണം അവിടെ പോയാൽ നന്നാകുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മക്കിപ്പോൾ അത് കണ്ടിട്ട് പോലും നമുക്ക് പറ്റുന്നില്ല. നമ്മളിപ്പോഴും ഇങ്ങനെ വേറെ ഏതോ ലോകത്താ. പക്ഷേ മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ട്, ഇതൊക്കെ തിരിയുന്ന ഒരു സമയമുണ്ട്. ഒരു ദിവസം നിന്റെ മൂക്കിലും പഞ്ഞി വെക്കുന്ന ഒരു ദിവസം വരും, എന്റെയും നിങ്ങളുടെയും മൂക്കില് പഞ്ഞി വെക്കുന്ന ഒരു ദിവസം വരും. അന്ന് വിളിക്കും, അസ്റായിലിനെ കാണും. ഇങ്ങനെ അള്ളാഹുവിന്റെ മലക്കുകളും അസ്റായിൽ അലൈഹിസ്സലാം ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ ഇറങ്ങി വരുന്ന ഒരു രംഗമുണ്ട്. ഇന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. ഇന്ന് നമ്മുടെയൊക്കെ ഉസ്താദന്മാർ എത്ര ഖുർആനും ഹദീസും പറഞ്ഞിട്ട് എത്ര പറഞ്ഞാലും ഇതൊന്നും നമുക്ക് പറ്റൂല കാണാൻ. എന്നാ കാണും വാപ്പ നിങ്ങൾ ഓരോരുത്തരും. ഇരിക്കണ ഓരോ ഉപ്പയോടും ഓരോ ചെറുപ്പക്കാരോടും ഓരോ പെണ്ണിനോടും പറഞ്ഞു, അള്ളയാ പറഞ്ഞത് കാണുമെന്ന്. മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് സിറാജ് കാണും. സിറാജിന്റെ കണ്ട് കണ്ട് ഈ ഉസ്താദന്മാരും കാണും, നിങ്ങളും കാണും. ആ അസ്റായിൽ ഇങ്ങനെ ചാരത്ത് വന്നിട്ട് പറയും, വിളിക്കടാ സിറാജേ, നിന്റെ റൂഹ് പിടിക്കാൻ വന്നതാ, നിന്നെ കൊണ്ടുപോകാൻ വന്നതാ. വിളിക്കാണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും വിളിച്ചോ. നിന്നെ രക്ഷപ്പെടുത്താൻ ഏത് രാഷ്ട്രീയക്കാരനോ ഏത് സമ്പന്നനോ ഏത് കൂട്ടുകാരനോ എവനെ വേണമെങ്കിലും വിളിയടാ. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വകീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വിളിക്കാൻ പറയും. ആരെ വിളിക്കാൻ? ആരെ വിളിക്കാൻ? ഒരൊറ്റ മനുഷ്യനും കാണൂല. മിണ്ടാതെ കടന്നു കൊടുക്കേണ്ടി വരും. ആ സമയത്ത് നീ അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനോട് പറയും, അല്ലാഹുവേ ഒരു ചാൻസ് താ അല്ലാഹ്. പടച്ചവനെ ഒരവസരം, ഒരു ചാൻസ്, ഒരൊറ്റ ഒരു നിമിഷം താ അല്ലാഹ്. എന്തിനാ അല്ലാഹ്? ഇപ്പോഴാ എല്ലാം തിരിഞ്ഞത്, ഇപ്പോഴാ അല്ലാഹ് മനസ്സിലായത് പടച്ചവനെ ഒന്നും കൊണ്ടുപോകത്തില്ലെന്ന്. ഇപ്പോഴാ മനസ്സിലായത് നീ തന്ന ആയുസിന്റെ വില എന്താണെന്ന്. പടച്ചവനെ ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹ് തരും സമയം കാത്തിരുന്നോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ ആ ഉമ്മാടെ ഖബറിന്റെ അകത്ത് മലക്കുകൾ വന്നു. ആ മയ്യത്ത് അങ്ങോട്ട് പൊക്കി വെച്ചിട്ട് ചോദിക്കുകയാ, മൻ റബ്ബുക, മൻ ദീനുക, മൻ ഇമാമുക. അല്ലാഹു ഉമ്മയുടെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ആ ഉമ്മയ്ക്ക് എന്ത് ചോദ്യം, നല്ല മറുപടിയും പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ സുഖമായിട്ട് സ്വർഗത്തിൽ കിടക്കും. നമ്മളൊക്കെ അവിടെ പോകാൻ കിടക്ക. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ, അള്ളാഹു നന്നാക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ട്, സിറാജ് ഉസ്താദെ, നമ്മളൊന്നും ഇപ്പം മരിക്കൂല, നമ്മളൊന്നും ഇപ്പൊ മരിക്കൂല. 50ഉം 55ഉം വയസ്സുള്ള വാപ്പ, 50ഉം 55ഉം വയസ്സുള്ള വാപ്പ ഇപ്പൊ പറയുന്നത് ഞാൻ ഇപ്പൊ മരിക്കൂല എന്നാ. കാരണം എനിക്ക് ക്യാൻസർ ഇല്ല ഉസ്താദെ, എനിക്ക് ട്യൂമർ ഇല്ല ഉസ്താദെ, എനിക്ക് മാരക രോഗങ്ങളൊന്നും ഇല്ല ഉസ്താദെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ പത്രങ്ങളിൽ വായിച്ചു കാണും, മംഗലാപുരത്ത് കല്യാണം കഴിഞ്ഞിട്ട് വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി മണിയറയ്ക്കകത്ത് കിടന്ന് മരിച്ചൊരു പെണ്ണിന്റെ വാർത്ത. ഞാൻ പോയതാ വീട്ടിൽ. 2-3 ദിവസം മുമ്പ്, കഴിഞ്ഞ ആഴ്ച ഞാൻ ആ വീട്ടിൽ പോയി. അന്ന് ആ പെണ്ണിന് മേടിച്ചു കൊടുത്ത കാറ് വീടിന്റെ പുറത്ത് തന്നെ കിടക്കുന്നുണ്ട്. ഞാൻ രാത്രി 2 മണിക്കാ വീട്ടിൽ കയറി പോയത്. 1:30 മണി സമയത്ത് കടന്നു ചെന്നു. പടച്ചവനെ, ക്യാൻസർ വന്നിട്ടല്ല മരിച്ചത്, എന്തെങ്കിലും മാരക രോഗങ്ങൾ വന്നിട്ടല്ല മരിച്ചത്. ആ പെണ്ണിന്റെ പ്രിയപ്പെട്ട ഉപ്പ പറയാ, രാത്രി മകളിങ്ങനെ കടന്നപ്പോ ശരീരം ഒന്ന് വിയർത്തു. പെട്ടെന്ന് പുതിയാപ്പിളയോട് പറഞ്ഞു, ശരീരം വിയർക്കുന്നു. പെട്ടെന്ന് AC ഓഫാക്കി ഫാനിട്ടു. AC ഓഫാക്കി ഫാനിട്ടു. പക്ഷേ പിന്നെയും ശ്വാസം മുട്ടൽ. പെട്ടെന്ന് ഉപ്പാടെ റൂമിൽ പോയി 2 പേരും കൂടെ പോയി വാതിൽ തട്ടി, ഉപ്പ ഇറങ്ങി, എനിക്ക് ശ്വാസം മുട്ടുന്നു, ഹോസ്പിറ്റലിൽ പോകണം. മംഗലാപുരത്തെ ഹോസ്പിറ്റലിലേക്ക് 10-12 കിലോമീറ്റർ ഉണ്ട്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിലാ മരണപ്പെട്ടു പോയത്. ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, സന്തോഷം കൂടിയത് കൊണ്ടാ മരിച്ചുപോയെന്ന്. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. സന്തോഷം കൂടിയതുകൊണ്ടാ മരിച്ചുപോയെന്ന്. എന്നാൽ ഈ സദസ്സിലിരിക്കുന്ന ഓരോ വാപ്പാടെയും ചെറുപ്പക്കാരാ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാ, ഈ പള്ളി നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ നാളെ ഈ പള്ളിപ്പറമ്പിൽ വന്ന് നിന്നെ കബറടക്കാനുള്ള കുഴി നിങ്ങൾ തന്നെ വെട്ടിയിട്ടോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. നിങ്ങളെ കബറടക്കാനുള്ള കുഴി നിങ്ങൾ തന്നെ വെട്ടിയിട്ടോ. കാരണം നിന്റെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നിന്റെ മരണം അടുത്തു എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.
ഈ സദസ്സിലിരിക്കുന്ന പല ആൾക്കാരുടെയും മുഖത്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്നെ കൊണ്ടുപോയി കബറടക്കാൻ സമയമായെന്ന്. പാപ്പ ഈ ചാട്ടവും ബഹളവും ആഘോഷമൊക്കെ മാറ്റിയിട്ട് കഫൻ തുണിയും വാങ്ങിച്ച് ഈ പള്ളിപ്പറമ്പിൽ സ്വന്തം കൈകൊണ്ടൊരു കുഴി വെട്ടിയിട്. അങ്ങനെയെങ്കിലും നിനക്ക് സുഖവാസം കിട്ടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറയാൻ മടിയെന്താ? ആമീൻ പറയാൻ മടിയെന്താ? എന്തേ സിറാജെ, ഞങ്ങളുടെ മുഖത്ത് നോക്കിയപ്പോൾ നിനക്കങ്ങ് മരണം അടുത്തു എന്ന് മനസ്സിലാക്കാൻ നിനക്ക് വഹി വല്ലോം വന്നോ? അതാ ചോദ്യം. വഹിയൊന്നും വേണ്ട സഹോദര, മരണത്തിന് അടയാളമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി. എന്ത് മരണം? എല്ലാവരും പറയും ഉസ്താദ് പെട്ടെന്ന് മരിച്ചു എന്ന്. ആരാ പറഞ്ഞേ പെട്ടെന്ന് മരിച്ചു ഉസ്താദെ? പെട്ടെന്ന് മരിച്ചു. ആരാ പറഞ്ഞ പെട്ടെന്ന് മരിച്ചു എന്ന്? നീ കണ്ണാടിയുടെ മുന്നിലൊന്നും പോയി നിൽക്കത്തില്ലയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നു, പെട്ടെന്ന് മരിച്ചു എന്ന് പറയരുത്. അടുത്തൊരാൾ പറയാം ഉസ്താദെ ഒരാൾ മരിച്ചു, ചെറുപ്പത്തിലേ മരിച്ചു പോയി ഉസ്താദെ. ഞാൻ ചോദിച്ചു എന്താ എത്ര വയസ്സായി? 48 വയസ്സ്. അല്ലാഹു അഅലം. അപ്പൊ ഈ 48 വയസ്സുള്ളവൻ ചെറുപ്പക്കാരനാണെങ്കിൽ ഈ 25 വയസ്സുകാരൻ എന്താ പറയാ? എടാ 50 വയസ്സുള്ളവൻ മരിച്ചാലും പറയും ചെറുപ്പത്തിലേ മരിച്ചെന്ന്. 50 വയസ്സിന് മുകളിൽ 40 വയസ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഉസ്താദിനോട് ചോദ്യര്, ഇരിക്കട മുത്താലിങ്ങളോട് ചോദ്യര്. 40 വയസ്സ് കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിക്കേ. പെണ്ണ് കെട്ടിക്കാനൊന്നും അല്ല, ധൈര്യമായിട്ട് പൊക്കിക്കോ. 40 വയസ്സ് കഴിഞ്ഞവര്. നിങ്ങൾ ഖുർആനിലെ ഒരായത്ത് ഓതി കിടന്ന എല്ലാ ദിവസവും. 40 വയസ്സ് കഴിഞ്ഞ മനുഷ്യൻ അള്ളാന്റെ ഖുർആനിലെ ഒരായത്ത്, എൻ്റെ പ്രിയപ്പെട്ടവരെ സുലൈമാൻ നബി അലൈഹി സ്വലാം ഓതിയ ഒരു ആയത്തുണ്ട്. ഈ ആയത്ത് ഓതിയിട്ട് നടക്കണമെന്ന 40 വയസ്സ് കഴിഞ്ഞവൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ വീട് കെട്ടാനും പൈസ ഉണ്ടാക്കാനുമല്ല. 40 വയസ്സ് കഴിഞ്ഞവൻ ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് കാത്തിരിക്കണമെന്ന മരണത്തെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 40 വയസ്സുള്ള വാപ്പായ ക്ലീൻ ഷേവൻ ചെയ്തിട്ട് ജീൻസ് പാൻറ് ഇട്ടുകൊണ്ട് നടക്കണത്. 40 വയസ്സ് കഴിഞ്ഞ ആരാപ്പ അബോധമുള്ളത്? നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 39 വയസ്സുള്ള ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അവന് ഒരു ശിക്ഷ. 39 വയസ്സുള്ള ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അവൻ ഒരു ശിക്ഷ. പക്ഷേ 40 വയസ്സ് കഴിഞ്ഞാൽ അവന് ഇരട്ടിയാ ശിക്ഷ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. കാരണം എന്തേ? 39 വയസ്സുള്ളവൻ ഒരു തെറ്റ് ചെയ്താൽ പറയും ഓന് പക്വത എത്തിയില്ലെന്ന്. വേണമെങ്കിൽ പറയാ അവന് വിവരം വെച്ചിട്ടില്ല കുട്ടിയാന്ന്. പക്ഷെ 40 കഴിഞ്ഞ അങ്ങനല്ല. 40 വയസ്സ് ഒരു മനുഷ്യന്റെ അവന് തമ്മീസായി കഴിഞ്ഞു. അവന് ചിന്തിക്കാനുള്ള പ്രായവും സമയമായി. 40 വയസ്സായിട്ട് നന്നായില്ലെങ്കിൽ തെറ്റിനിരട്ടിയ ശിക്ഷ. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മരണത്തിന്റെ അടയാളം കേൾക്കണോ ആർക്കെങ്കിലും? മരണത്തിന്റെ അടയാളം എൻ്റെ അല്ല, നിങ്ങളുടെ മരണം അടുത്തോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ അടയാളം പറഞ്ഞുതരാം. ഞാൻ തന്നെ നിങ്ങളുടെ അടയാളം പറഞ്ഞുതരാം. നിങ്ങളുടെ തലയിലും താടിയിലും നോക്കിയാൽ മതി. നിങ്ങളുടെ തലയിലും താടിയിലും നോക്കണം. ആ കറുത്ത രോമങ്ങൾക്കിടയിൽ ബയാദു ശഅരിക ബഅദ സവാദി, നിങ്ങളുടെ തലയിലെയും താടിയിലെയും രോമങ്ങൾ ഈ നോക്ക്. ഒരു വെളുത്തത് കാണുന്നുണ്ടെങ്കിൽ ഈ പള്ളിപ്പറമ്പി ഒരു കുഴി നീ തന്നെ വെട്ടിയിട്ടോ, നിന്റെ സമയം അടുത്തു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. തലയിലും താടിയിലൊക്കെ നല്ലതുപോലെ നോക്ക് കാക്കാമാരെ. ഒരു മുടി നരച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മരണം എടുത്തു. ഞാൻ പറഞ്ഞതല്ല, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരാളെ കൂലിക്ക് നിർത്തി. എന്തിനാണെന്നറിയോ? മരിക്കൂ എന്ന് പറയാൻ വേണ്ടി മാത്രം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ വന്നിട്ട് ഉമറെ നീ മരിച്ചു പോകും, ഉമറെ നീ മരിച്ചു പോകും എന്ന് പറയാൻ വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഒരാളെ നിർത്തി. ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു, നീ പൊക്കോ. എന്തേപ്പാ നമ്മളെ പിരിച്ചുവിടുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരില്ല, നീ തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല. ഇന്നു മുതൽ എന്റെ മരണം ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. ഞാൻ മരിക്കുമെന്ന് ഓർമ്മപ്പെടുത്താൻ ഒരാളും ഇന്നു മുതൽ എനിക്ക് വേണ്ട. എന്റെ താടിയിലെ ഒരു രോമം നരച്ചു, ഇനി മരണത്തെക്കുറിച്ച് ഇത് ഓർമ്മപ്പെടുത്തുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. വാപ്പാടെ തലയിലെ ഒരു രോമമല്ല, സർവ്വതും നരച്ചു. താടിയിലെ ഒരു രോമമല്ല, സർവ്വതും നരച്ചത് കാരണം പ്രായമായെന്ന് നാട്ടുകാര് പറയാതിരിക്കാൻ ക്ലീൻ ഷേവ് അടിച്ചിട്ട് നടക്കുക വാപ്പ ഇപ്പോഴും. എന്നാലും വാപ്പായ്ക്ക് മരണചിന്തയില്ല, ഖബറുമില്ല, പരലോകമില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ മാസം നമ്മുടെ അമലുകൾ മുഴുവനും അള്ളാഹുടെ മുന്നിൽ കൊണ്ടുപോകുകയാ. എന്തെങ്കിലും ഒരെണ്ണം കരുതി വെക്ക്. അള്ളാഹുടെ മുന്നിലേക്ക് നിന്റെ അമലുകൾ കൊണ്ടുപോകുമ്പോ എന്തെങ്കിലും ഒരെണ്ണം
ഒരുപാടൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാടൊന്നും വേണമെന്ന് പറയുന്നില്ല. കുറച്ചു നന്മകളെങ്കിലും ഒന്ന് കരുതി വെക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമയത്തിനായി ഇപ്പോൾ 11 മണിയായോ? ഇൻഷാ അല്ലാ 10:36 ഇൻഷാ അല്ലാ 10:50 ഈ വണ്ടി ചവിട്ടും. ഇൻഷാ അല്ലാ ദുആ ചെയ്തു പിരിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ബറക്കത്ത് വേണോ? മുത്തല്ലിങ്ങളും മിണ്ടാതിരിക്കുക. ബറക്കത്ത് വേണോ? വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കിക്ക്. എന്താ പരകയ്യന്മാരുണ്ടോ? ആ, ഇങ്ങോട്ട് വന്നേ. കസേര എടുത്തിട്ട് ഇങ്ങോട്ട് കയറിയിരുന്ന എല്ലാവരും ബാ, ബർക്കത്ത് തരാം. ബാ, ഇങ്ങോട്ട് ബാ, ഇങ്ങോട്ട് കയറിക്കോ. ചോറ് താഴെ വീടരുത്. ബാ ബാ, ഇങ്ങ് ബാ. കഴിഞ്ഞു ദുആ ചെയ്യാൻ പോ. ഇങ്ങ് കയറ്. എല്ലാവരും ഇങ്ങ് ബാ. കസേര പൊക്കി ഫ്രണ്ടിൽ കയറി. ചങ്ങായിമാരെ കസേര എടുത്തോണ്ട് വാ. ബിസ്മില്ല. ആ, ബറക്കത്ത് പെട്ടെന്ന് വാ. വാ വാ വാ. പുറകിരിക്കണ കാക്കാമാരൊക്കെ വാ. മുത്തല്ലിങ്ങൾ അവിടെ ഇരിക്കണ മക്കളെ. ബാക്കിയുള്ളവർ വാ. ബിസ്മില്ല. ഇങ്ങോട്ട് കയറി. ഇങ്ങോട്ട് നീങ്ങി. അക്ക ഇങ്ങോട്ട് നീങ്ങിയിരുന്നു. ഇങ്ങോട്ട് നീങ്ങ. വാ. എല്ലാവരും അടുത്തിരിക്കുക. ആ മതിലിന്റെ മോളിൽ ഇരിക്കണ ചങ്ങായിമാരുടെ, മതിലിന്റെ മോളിൽ ഇരിക്കണവരൊക്കെ ഒന്ന് ഇറങ്ങിക്കേ. ഉസ്താദന്മാരൊക്കെ താഴെ ഇരിക്കുന്നു. വാപ്പാടെ പ്രായമുള്ളവർ താഴെ ഇരിക്കുന്നു. കാരണവന്മാരെ ബഹുമാനിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ ഇരിക്കണ ചങ്ങായിമാരെ ഒന്ന് ഇറങ്ങി. ചങ്ങായി അവനൊന്ന് വിളിയട. അവരെ ഒന്ന് വിളിയട. വാ. വാ ഇങ്ങോട്ട് വാ. ആ, മാതാപിതാക്കളുടെ മുന്നിൽ കാല് നീട്ടാൻ പാടില്ല എന്നാ. കാലിന്റെ മുകളിൽ കാല് കെട്ടിയിരിക്കരുത്. തലയുടെ മുകളിൽ കയറി ഇരിക്കരുത്. ഇങ്ങോട്ട്. ആ, എന്താ ഇപ്പൊ പ്രസിഡന്റ്? ഇത് കമ്മിറ്റിക്കാരൊക്കെ എന്ത്? ഇൻഷാ അല്ലാ ഇരി പ്രസിഡന്റ്. ആ വാ. ബറക്കത്ത് നിങ്ങൾക്കൊന്നും വേണ്ടേ? ബറക്കത്ത് വേണ്ടേ? ഇങ്ങോട്ട് കയറിക്കും. ഇങ്ങോട്ട് വാ. നിങ്ങൾക്ക് ആ ബറക്കത്ത് ഇങ്ങോട്ട് കയറിയിരി ചങ്ങാതി. മസിലും പിടിച്ചിരിക്കാതെ ഇങ്ങോട്ട് കയറ്. കൊറോണ ഒന്നും വരത്തില്ല. വരാനാണെങ്കിൽ എന്നേ വന്നേനെ. വാ. ഇൻഷാ അല്ലാ. പേടിയുള്ളവനെ കൊറോണ വരത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആംബുലൻസിൽ വെച്ച് കോവിഡ് രോഗിയെ പീഡിപ്പിച്ചൊരുത്തൻ പന്തളത്ത്. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ അടുത്താ. അവന് കോവിഡ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? കോവിഡ് രോഗിയെ പീഡിപ്പിച്ചവന് കോവിഡ് ഉണ്ടായിരുന്നോ? എന്നാ പ്ലാവീന്ന് ചക്ക വീണ് ആശുപത്രി മരിച്ചവന് കോവിഡ്. ചക്ക വീണ് മരിച്ചവന് ടെസ്റ്റ് ചെയ്തപ്പോ കോവിഡ്. ഇതാണ് കോവിഡ്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇതിനെ പേടിക്കുന്നവനെ ഇത് വരത്തുള്ളൂ. പേടിക്കാത്തവനൊരു കുഴപ്പമില്ല. പള്ളിക്കകത്ത് കയറുമ്പോൾ മാത്രമേ കോവിഡ് രോഗം വരത്തുള്ളൂ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മൾ ഈ രോഗം വന്ന് മരിക്കൂല. പേടിക്കണ്ട. നമ്മൾ ഈ രോഗം വന്ന് മരിക്കൂന്ന് വിചാരിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആരൊക്കെ മരിച്ചാലും നമ്മൾ മരിക്കൂല. കാരണം എന്താ? ഇത് വന്ന് മരിച്ച ഷഹീദിന്റെ കൂലിയാ. നിനക്ക് ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം കിട്ടാൻ നിന്റെ കയ്യിൽ എന്തോ ഉണ്ട്? ഷഹീദിന്റെ കൂലി കിട്ടി മരിക്കണമെങ്കിൽ കാക്ക കൊത്തണ പോലെ കൊത്തിയ നിനക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ? ഇരിക്കണ ഉസ്താദോ, ഇവിടെ ഹാഫിളീങ്ങൾ ഇരിക്കണ ഹാഫിളീങ്ങൾക്ക് എത്ര പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം? എത്ര പേരെ? 40 പേരെ. ഇരിക്കണ ഉസ്താദന്മാർക്ക് 10 പേരെ. എന്നാൽ ഈ ഷഹീദാവുന്നവന് 70 പേരെ കൊണ്ടുപോകാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നീ തന്നെ പോവോ? പിന്നല്ലേ 70 പേര്. ഈ രോഗം വന്ന് മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ട്. അതിന്റെ പല അടയാളങ്ങളുണ്ട്. ഷഹീദിനെ കബറടക്കുന്നത് പോലെയല്ലേ കബറടക്കൊണ്ടിരുന്നേ? കാണിക്കത്തില്ല, കുളിപ്പിക്കത്തില്ല, കൊണ്ടുപോയി അടക്കല്ലേ? അങ്ങനെ അടക്കിക്കൊണ്ടിരുന്നല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പം നമുക്ക് ഈ രോഗം വന്ന് മരിക്കുമെന്ന് നമ്മൾ ആരും പേടിക്കണ്ട. ആരും മരിക്കത്തൊന്നുമില്ല. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. വരാനുണ്ടെങ്കിൽ വരും, ഇല്ലെങ്കിൽ പോകും. അത്ര വന്നുപോയോന്ന് ആരെയുണ്ട്? ആശുപത്രി എന്തായാലും ഈ രോഗം കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. എന്തെന്നറിയോ? ഒരു ജലദോഷം വന്നാൽ തന്നെ ആശുപത്രിയിൽ പോകും. ഇപ്പൊ ഒരുത്തരും പോണ്ട. പനി പിടിച്ചാലും ഒരു ജലദോഷം വന്ന ആശുപത്രി ഓടുവായിരുന്നു. ആവി പിടിക്കുക. ആവിയോ? ഇപ്പൊ പനി പിടിച്ചിട്ട് വിറയ്ക്ക. ആശുപത്രി ഇപ്പം വേണ്ട, ആവി പിടിക്കാം, തലയിൽ കൂടെ ഗുളികേട്. അങ്ങനെ ഉപകാരം ഉണ്ടായില്ലേ? അങ്ങനെ എന്തായാലും നമുക്കൊരു ഉപകാരം ഉണ്ടായില്ലേ? എല്ലാം ജീവിക്കാൻ പഠിച്ചു. അഹങ്കാരമൊക്കെ മാറി. ലോക്ക്ഡൌണിൽ ഇരുന്നപ്പോ നേരത്തെ പൈസയുടെ കളിയായിരുന്നല്ലോ, ഇപ്പൊ കളിയൊക്കെ മാറി. ഇപ്പൊ അല്ലാഹ് ആരാന്നറിയോ? പടച്ചോൻ. പള്ളിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ആകാൻ വേണ്ടി വോട്ട് കൊടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ പോലെ വീട്ടിൽ കയറിയിട്ട് എന്നാടാ 2000 വോട്ടെനിക്ക്, 2000 വോട്ടെനിക്ക്. എന്തിന്? കറങ്ങണ കസേര ഇരിക്കാൻ. എന്നിട്ട് ഉസ്താദിനെ വരച്ചവരെ നിർത്തും.
ഇങ്ങോട്ട് വാ, സെക്രട്ടറി വിളിക്കുന്നു, ഇവിടെ വാ റൂമി. അല്ലാഹുവേ, ഫാത്തിഹ ഓതാൻ അറിയാത്തവൻ, വാ ഉസ്താദേ ഇവിടെ വാ എൻ്റെ മുന്നിൽ. എവിടെ പോയിരുന്നു? ദുഹറിനെ കണ്ടില്ലല്ലോ. ഇങ്ങനെ ഭരിക്കുന്ന കാലം. ഇപ്പൊ എന്താ ജോലി എന്നറിയോ? വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഉസ്താദ് പറയാറുണ്ട്, 2 മലക്കുകൾ പള്ളിയുടെ കവാടത്തിൽ നിൽക്കുന്നുണ്ട്. നേരത്തെ വരുന്നവൻ ഒട്ടകം, പശു, ഇങ്ങനെ ആട് പ്രതിഫലം കിട്ടുന്ന എഴുതാൻ. നമ്മൾ ഇന്ന് വരെ മലക്കുകളെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ കാണാം, സെക്രട്ടറി ഒരു സൈഡില്, എന്താ പേര്? സിറാജുദ്ദീൻ. ഫോൺ നമ്പർ എത്ര? അപ്പുറത്ത് പ്രസിഡന്റ് നിൽപ്പുണ്ട്, പനിയുണ്ടോ നോക്കാൻ. ഖജാൻജി മറ്റേ മരുന്നടിക്കാൻ. അല്ല ആരെന്നറിയോ? പടച്ചവൻ വേണമെന്ന് വിചാരിച്ച പഠിപ്പിക്കും. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. പറ, അല്ലാഹ് നന്നാക്കുമാറാകട്ടെ. ബറക്കത്ത് വേണോ? എന്താ ബറക്കത്തെന്ന് പറഞ്ഞ? ബറാത്ത് രാവ് വരുവല്ലയോ? എന്താ ബറക്കത്തെന്ന് പറഞ്ഞ? എന്താ നമ്മൾ കരുതിയിരിക്കുന്ന നോട്ട് കെട്ട് കിട്ടലാണ് ബറക്കത്ത്, അല്ലേ? 2 നില വീട് കിട്ടൽ ബറക്കത്ത്, 2 വണ്ടി കിട്ടൽ ബറക്കത്ത്, 2 പെണ്ണുമ്പിള്ളയെ കിട്ടൽ ബറക്കത്ത്. നമ്മൾ കരുതിയിരിക്കുന്നത് നോട്ട് കെട്ടുകൾ 1, 2, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, ഇതാണ് ബറക്കത്തെന്ന്. അത് നിന്റെ വട്ടത്തരം. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ബറക്കത്തെന്ന് പറഞ്ഞാൽ പൈസ കൂടലല്ല. നിങ്ങൾ മനസ്സിലാക്കുക, ബറക്കത്തെന്ന് പറഞ്ഞാൽ പൈസ കൂടലല്ല. ഒരു മഹാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാ, അള്ളാഹുവേ നീ എനിക്ക് ഭക്ഷണത്തിൽ ബറക്കത്ത് തരണേ അല്ലാ. ഒരാൾ ഇങ്ങനെ ദുആ ചെയ്യുന്നത് കേട്ടപ്പോ, ഒരു മഹാൻ ഇങ്ങനെ ദുആ ചെയ്യുന്നത് കേട്ടപ്പോ ഒരാള് ചോദിച്ചു, എന്റെ പൊന്നാര ചങ്ങാതി, ഭക്ഷണം തരണേന്ന് ചോദിച്ചാ പോരെ, നീ എന്തിനാ ബറക്കത്ത് ചോദിക്കുന്നേ? അല്ലാ നീ എനിക്ക് ഭക്ഷണം തരണേന്ന് ചോദിച്ചാ പോരെ? പറ മനുഷ്യ, അല്ല മരിക്കണ കാലം വരെ എനിക്ക് നീ ഭക്ഷണം തരണേന്ന് ചോദിച്ചാ പോരെ? എന്തിനാ ബറക്കത്ത് ചോദിക്കുന്നേ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭക്ഷണം എന്ന് പറയുന്നത് അല്ല ഏത് പൊട്ടനും കൊടുക്കും, കള്ളുകൂടിയനും കൊടുക്കും, മോഡി സാറിനും കൊടുക്കും, അമിത്ഷാഹിയും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. എടാ, ഏത് മനുഷ്യനും വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ, വാഗിറി അല്ലാഹ് തരും ഭക്ഷണം എല്ലാവർക്കും. ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്തു നോക്ക്. ഇബ്രാഹിം നബിയുടെ സ്വഭാവം, ഒരു പാവപ്പെട്ടവനില്ലാതെ ഭക്ഷണം കഴിക്കൂല. ഒരിക്കൽ വഴി വെച്ച് ഒരാളെ കണ്ടു, വാകാക്ക വിളിച്ചോണ്ട് വന്നു, ഭക്ഷണം കഴിക്കാൻ കൊണ്ടിരുത്തി. ഭക്ഷണം എടുത്തു വെച്ചിട്ട് പറഞ്ഞു, ബിസ്മി പറഞ്ഞിട്ട് കഴിച്ചോളാൻ. ഓൻ ചോദിക്കുക, ബിസ്മി എന്ന് പറഞ്ഞാൽ എന്താന്ന്? ബിസ്മിയോ? ഇതേ അറിയില്ലേ? എനിക്കറിയില്ല. നീ മുസ്ലിം അല്ലേ? ഞാൻ മുസ്ലിം. എഴുന്നേക്ക് പോ, ഭക്ഷണമൊന്നുമില്ല, എഴുന്നേക്ക്. ബിസ്മി പറയാൻ മുസ്ലിം അല്ലാത്തതുകൊണ്ട് നിനക്ക് ഭക്ഷണം ഇല്ല, എഴുന്നേക്കാൻ. മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുന്നു, മൂസാ നബിയെ, ആ മനുഷ്യന് 40 കൊല്ലമായിട്ട് അല്ലാഹ് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവൻ അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുന്ന പോലുമില്ല. ആ വിശ്വസിക്കാത്തവന് 40 കൊല്ലം കൊണ്ട് അല്ലാഹ് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഒരു നേരം കൊടുക്കാൻ വയ്യെന്നാ ചോദിച്ചേ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഭക്ഷണം അല്ലാഹ് എല്ലാവർക്കും കൊടുക്കും. നന്ദി കാണിക്കുന്നവനും നന്ദി ചെയ്യാത്തവനും എല്ലാത്തിനും അല്ലാഹ് കൊടുക്കും ഭക്ഷണം. പക്ഷേ ബറക്കത്ത് അത് കിട്ടൂല. ബറക്കത്ത് എന്ന് പറയുന്നത് അല്ലാഹ് എല്ലാവർക്കും കൊടുക്കൂല. അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും. അത് ഓസിന് കൊടുക്കത്തില്ല. വേണമെങ്കിൽ ചോദിച്ചു വാങ്ങണം. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ബറക്കത്ത് എന്ന് പറഞ്ഞ എന്താ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ആദ്യമായിട്ട് പള്ളിയിൽ പഠിച്ചൊക്കെ ഇറങ്ങിയിട്ട് ജോലിക്ക് പോയി. ഒരു പള്ളി ജോലിക്ക് പോയപ്പോ ഇവിടെ ബാങ്ക് വിളിക്കണ ഒരു മുഅദ്ദിനുണ്ട്. അദ്ദേഹത്തിന് 3 പെമ്മക്കളാ, പാവപ്പെട്ടവനാ. തുച്ഛമായ ശമ്പളം, 5000 രൂപയുടെ താഴെയാ ശമ്പളം. എല്ലാവർക്കും ശമ്പളം കൂട്ടി കൊടുക്കണം, ഈ ചങ്ങാതിക്ക് മാത്രം കൂട്ടി കൊടുക്കണില്ല. ഞാൻ കമ്മിറ്റി ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നാര പ്രസിഡന്റ്, അദ്ദേഹത്തിന് ഇത്തിരി ശമ്പളം കൂട്ടി കൊടുക്കണം. ഉടനെ സെക്രട്ടറി എന്നോട് ചോദിച്ചു, അയാൾക്ക് ആവശ്യമില്ലല്ലോ ഉസ്താദെ, പിന്നെന്തിനാ നിങ്ങൾക്ക് ഇത്ര അത്യാവശ്യം? സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ടായി. നേരെ ഞാൻ ഈ മോദീൻ്റെ അടുത്ത് പോയി, മോദീൻ ഉസ്താദിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, നിങ്ങൾ എന്താ ഇപ്പം ഈ ശമ്പളം കൊണ്ട് എങ്ങനെ ജീവിക്കണം, നിങ്ങൾക്കൊന്ന് കൂട്ടി ചോദിച്ചുകൂടെ? ആ സമയത്ത് ആ മനുഷ്യൻ എനിക്ക് പറഞ്ഞു തന്നൊരു ഉപദേശമുണ്ട്. ഉസ്താദെ, ഇപ്പം പഠിച്ചിറങ്ങിയതേ ഉള്ളില്ലേ, ഞാൻ ഒരുപാട് കാലമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് 3 പെമ്മക്കളുണ്ടായിരുന്നു, കുടുംബ സ്വത്തോ ഒന്നുമില്ല. 3 പെമ്മക്കളെ 10ഉം 15ഉം സ്വർണ്ണാഭരണം കൊടുത്ത് നല്ല രീതിയിൽ ഞാൻ വിവാഹം കഴിച്ചു വിട്ടു. ഒരുത്തൻ്റെ മുന്നിലും തണ്ടാൻ പോയില്ല. ഒരു പള്ളിയുടെ ലെറ്റർ പേഡും കൊണ്ട് ഒരിടത്തും പോയില്ല. ഒരു സംഘടനയുടെ മുന്നിലും ഞാൻ പൈസ അവന്റെ മക്കളെ കെട്ടിക്കണമെന്ന് പറഞ്ഞ് പിരിവിന് പോയില്ല. ഒരാളുടെ മുന്നിലും ഞാൻ കൈനീട്ടിയില്ല. എൻ്റെ 3 മക്കളെയും അള്ളാഹു അനുഗ്രഹിച്ചിട്ട് നല്ലതുപോലെ ഞാൻ കെട്ടിച്ചു. 10 സെന്റും നല്ല ഒരു വീടും എനിക്കിപ്പോൾ ഉണ്ട്. 1 രൂപയുടെ കടവ് എനിക്കില്ല. ഇതെല്ലാം ഉണ്ടായത് ഈ 5000 നല്ലേ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അതിനാ ബറക്കത്ത്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ പൈസ കൂടുതൽ കിട്ടലല്ല, അള്ളാഹു നൽകിയ നിഅമത്ത് മരിക്കുന്ന കാലം വരെ നിലനിന്ന് കിട്ടലിനാ ബറക്കത്ത് എന്ന് പറയുന്നത്. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എടാ, കടയിൽ കച്ചവടം ചെയ്യുന്ന പാനൂര് കടയുണ്ട് നിനക്ക്. മാസത്തിൽ 5 ദിവസം നല്ല കച്ചവടം.
ബാക്കി 25 ദിവസവും നിന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുക സ്റ്റാഫിന് പൈസ. ഇങ്ങനെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. എടാ, എല്ലാ ദിവസവും 500 എങ്കിൽ 500, അത് എല്ലാ ദിവസവും കിട്ടലിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. 2, ഒന്ന് അല്ല നൽകിയ നിഅമത്ത് മരിക്കുവോളം നിലനിൽക്കണം. 2, അതുകൊണ്ട് ദുനിയാവിലും പ്രയോജനം ഉണ്ടാകണം, ആഖിറത്തിലും പ്രയോജനം ഉണ്ടാകണം. ഇപ്പൊ ഈ ഇരിക്കുന്ന എത്ര പേരുണ്ടെന്നറിയ, ഈ ഇരിക്കണ കാക്കാമാരും വാപ്പാമാരും പൈസ ഇഷ്ടം പോലെ ഉണ്ട്. വാപ്പ ബാങ്കിൽ എത്ര ഉണ്ട്, കൊണ്ടുപോയി പതിപ്പിക്കണം ഉസ്താദ്, എങ്കിലേ അറിയത്തുള്ളൂ. കാരണം അത്രയ്ക്കും ഉണ്ട്. അത്രയും പൈസ ബാങ്കിൽ കിടക്കുന്നുണ്ട്, നിനക്കെന്നെ അറിയില്ല. അലമാരിക്കകത്ത് എത്രയുണ്ട് അറിയത്തില്ല ഉസ്താദ്, എണ്ണണം. ഇത്രയും പൈസയില്ല, ലക്ഷങ്ങൾ കൊടുത്ത് വലിയ വീട് കെട്ടിയിട്ടുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് പോയി നോക്കിക്കുക, രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ പാപ്പ ഇങ്ങനെ ഇരിക്കുക, പാപം, കഞ്ഞിയും പയറും ചപ്പാത്തി. പാപ്പ ഒരു മട്ടൻ മന്തി മേടിച്ചു തരട്ടെ. വേണ്ട മോനെ, തിന്നാൻ പറ്റൂല. നിന്നെന്തിനാ നിനക്ക് പൈസ? പിന്നെന്തിനാ നിനക്ക് പൈസ? കോടികൾ നിന്റെ കയ്യിലുണ്ട്. ഒരു നേരം നല്ല രീതിയിൽ തിന്നാൻ നിനക്ക് ഈ യോഗമില്ലെങ്കിൽ പിന്നെ ഈ പൈസ കൊണ്ട് എന്ത് ഉപയോഗം പാപ്പ നിനക്ക്? നീ കോടികൾ മുടക്കി നല്ല മണിയറ അടക്കിയിട്ടുണ്ടല്ലോ, കയറി കിടക്കാം. AC റൂമിൽ കിടക്കാൻ പറ്റുമോ? പറ്റൂല. തണുപ്പ് പറ്റൂല ഉസ്താദേ. പൊന്നാര ചങ്ങാതി, അള്ളാഹു നൽകിയ നിഅമത്ത് മരിക്കുവോളം നിലനിൽക്കണം. 2, അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനം ഉണ്ടാകണം. ഇതിനാ ബറക്കത്തെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി പറ, ബറക്കത്ത് വേണോ? വേണോ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണമെങ്കിൽ ഒന്ന് കൈപൊക്ക്. വേണ്ട ഉസ്താദെ, ഞാൻ പള്ളിയുടെ മുന്നിൽ പൊക്കിക്കൊള്ളാം. നീ പൊക്കിക്കോ, എനിക്കൊന്നുമില്ല. ഞാൻ പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് പിരിവെടുത്തോളാം, അത് നിന്റെ ഇഷ്ടം. അള്ളാഹു നിനക്ക് ഈമാൻ നൽകുമാറാകട്ടെ.